ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എജുബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1ൻ്റെ പേര് ഓഫ് മെനി ഹ്യൂസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ ഓഫ് മെനി ഹ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സ് എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, നമുക്ക് താഴെ ഒരു വാഴയിലയിൽ കുറേ പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ടല്ലേ. പല രാജ്യത്തു നിന്നുള്ള ആളുകളുടെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫെമിലിയർ ആയിട്ട് തോന്നുന്നത് ആരൊക്കെയാണ്? ചാർലി ചാപ്ലിൻ ഉണ്ട്, അതുപോലെ ജാപ്പനീസ് ഒരു സ്ത്രീനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് കുറേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് കുറേ ലെറ്റേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് താഴെ മായ ഏഞ്ചലോൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഡൈവേഴ്സിറ്റിയിൽ, അതായത് വൈവിധ്യങ്ങളിൽ ഒത്തിരി ബ്യൂട്ടി ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത്തും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കുറച്ചുകൂടി ഇതായിട്ട് പറയാനാണെങ്കിൽ നമ്മളുടെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലേ. പലതരത്തിലുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവർ, അതുപോലെ പലതരത്തിലുള്ള റിലീജിയൻസിലുള്ളവർ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ചേരുമ്പോഴാണ് ഇന്ത്യയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ല ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ നമ്മളൊരു ഗാർഡൻ എടുക്കുക. ഗാർഡനിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെന്താണ്, ഒരു വെറൈറ്റി ഇല്ല അല്ലേ. ഓഫ് കോഴ്സ് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷേ നമ്മളുടെ ഒരു ഗാർഡനിൽ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാനൊരു ബ്യൂട്ടിയാണല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഇൻ ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യങ്ങളിൽ ബ്യൂട്ടിയും ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത്തും ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നെയിംസ് ആൻഡ് നെയിംസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. അപ്പോൾ അതായത് നിങ്ങളൊരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നു, നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു താളം ഒന്ന് ചേഞ്ച് ആവും, മാറും. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്. എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കില്ല നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് മാറുമ്പോൾ. ഓക്കെ, അതുപോലത്തെ പ്ലേസുകൾ, പലതരത്തിലുള്ള പ്ലേസുകളായിരിക്കും. നമ്മളുടെ നാട്ടിലെ പോലെ പ്ലേസ് ആയിരിക്കില്ല വേറൊരു സ്ഥലത്ത് ഉണ്ടാവുക. അതുപോലെ ആളുകളുടെ ലാംഗ്വേജസ്, അവരുടെ ഭാഷ, അവരുടെ ട്രഡീഷൻസ്, അവരുടെ വസ്ത്രധാരണങ്ങൾ, അതുപോലെ അവരുടെ രൂപങ്ങൾ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ പോകുന്ന കൺട്രിയിലെ ക്ലൈമറ്റ്. നമ്മളുടെ കൺട്രിയിലെ ക്ലൈമറ്റിൽ നിന്നും വെരി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മൾ പുതിയൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ. അപ്പോൾ ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹൂ മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഒരു പുതിയ കൺട്രിയിലേക്ക് മാറിയിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ദി പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലീവ് ബിഫോർ. അപ്പോൾ അവൾ മാറിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മുൻപ് താമസിച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഒരു പ്ലേസിലേക്കാണ് അവൾ മാറിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. കുഞ്ഞി ചിരുത സ്റ്റൂഡ് അറ്റ് ദ ഗേറ്റ് ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. അപ്പോൾ കുഞ്ഞി ചിരുത എന്ന് പറയുന്ന പെൺകുട്ടി, അതാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി എന്താ ചെയ്യുന്നത്, ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് സ്ട്രീറ്റിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അപ്പോൾ അവൾക്ക് അത് വഴിക്കൂടെ പോകുന്ന വണ്ടികളും അതുപോലെ കാൽനട യാത്രക്കാരെയൊക്കെ കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. പെഡസ്ട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരെന്നാണ് കേട്ടോ മീനിങ്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അപ്പം അതൊരു വിൻ്ററിൻ്റെ ഒരു അവസാന സമയമാണ്. വിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലമാണ് കേട്ടോ. ഓക്കെ, ദ എയർ വാസ് വാർമിങ് അപ്പ്. അപ്പോൾ നമ്മളുടെ എയറൊക്കെ എന്താണ്, ചൂടാവാണ് കേട്ടോ. അപ്പോൾ വിൻ്റർ കഴിയാറായിട്ടുണ്ട്, അപ്പോൾ ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷേ എന്നിരുന്നാലും ചില സമയത്തൊക്കെ കോൾഡ് വിൻഡ് വരണമുണ്ട്. ഓക്കെ, ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ ന്യൂ ജേഴ്സിയിലാണെങ്കിലോ കോൾഡ് വിൻ്റർ ആണ് കേട്ടോ. ഇറ്റ് വാസ് ഓൺലി 5.
5 മണി ആയിട്ടേ ഉള്ളൂ. ബട്ട് നൈറ്റ് ഹാഡ് ഫോളൻ. പക്ഷേ രാത്രി വന്നു കഴിഞ്ഞു. ഓക്കെ. ദി വാരിയിങ് ലെങ്ത്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ക്രോസ് സീസൺ ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുത. അപ്പോൾ ഈ ഇങ്ങനെ എന്താ പറയുക, വ്യത്യാസപ്പെട്ട് വരുന്ന ദിവസങ്ങൾ രാവിലെയും നൈറ്റും കുഞ്ഞിച്ചിരുതേനെ ആകെ കൺഫ്യൂസ്ഡ് ആക്കി. പസിൽഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആക്കാന്ന് അർത്ഥം. വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അപ്പോൾ അവൾ ജൂലൈയിൽ വന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നത് എപ്പോഴാണ്? 8:30 കേട്ടോ. രാത്രി 8:30 സൂര്യൻ അസ്തമിക്കുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. അപ്പോൾ പകൽ സമയം 15 മണിക്കൂറിന് മുകളിലുണ്ടായിരുന്നു പകൽ സമയം. ഓക്കെ. നൗ ദ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5 ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇപ്പോൾ സൂര്യൻ 5 മണിയാവുന്നതിന് മുമ്പേ അസ്തമിക്കുന്നുണ്ട്. ഇപ്പോൾ പകൽ സമയം എത്രയാണ്? ഒരു 10 മണിക്കൂറിനെക്കാട്ടും കുറവാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. ദാറ്റ് വാസ് കേറ്റ്, ഹെർ ക്ലാസ്മേറ്റ്. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുതേനെ അവളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കേറ്റ് വിളിക്കുന്നത്? കുൻഹിച്ചിരിയൂത്ത എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയി. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പോൾ കേറ്റ് എവിടെയാണ് താമസിക്കുന്നത്? ജസ്റ്റ് ഒരു സ്ട്രീറ്റിൻ്റെ അപ്പുറത്താണ് കേട്ടോ താമസിക്കുന്നത്. ഓ നോട്ട് എഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. അപ്പം കുഞ്ഞിച്ചിരുത ഇത് കേട്ടപ്പോഴെന്താ പറയുന്നത്? ഓ വീണ്ടോ? വെൻ വിൽ ഷീ ലേൺ ടു പ്രൊണൗൺസ് മൈ നെയിം റൈറ്റ്? എന്നാണ് ഇവൾ എൻ്റെ പേര് ശരിയായിട്ട് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്ന് കുഞ്ഞിച്ചിരുത ഇങ്ങനെ വിചാരിക്കുകയാണ്. ഓക്കെ. ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. കുഞ്ഞിച്ചിരുതയുടെ 6ാമത്തെ മാസമാണ് കേട്ടോ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂൾ. അപ്പം അവൾ കേരളത്തിൽ അവൾ പ്ലേ സ്കൂളിൽ പോയിരുന്ന സമയത്ത് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമാണ് അവൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് എൻ അമേസിങ് സ്പീഡ്. പക്ഷേ അവൾ ഇവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് പഠിച്ചു കേട്ടോ. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ അവളുടെ ക്ലാസ്മേറ്റ്സും അവളുടെ ടീച്ചേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, വളരെ കൈൻഡായിരുന്നു. ഓക്കെ. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ. അപ്പോൾ അവൾ ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷം അവൾക്കൊരു സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതയാണെന്നൊന്നും അവൾക്ക് തോന്നിയില്ല. ഓക്കെ. അവൾ ഇവിടെയുള്ള പോലെ തന്നെയാണ്, ഇവിടുത്തെ ഒരു കുട്ടിയാണെന്ന പോലെ തന്നെയാണ് അവൾക്ക് തോന്നിയത്. മിസ് ഹോപ്കിൻസ് ഹൂ ടോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. അപ്പം മിസ് ഹോപ്കിൻസ് എന്ന് പറയുന്നത് മാത്സ് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇവളെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദ വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊണൗൺസ്ഡ് ഹെർ നെയിം. പക്ഷേ ഒരു കാര്യം മാത്രം അവൾ അപ്സെറ്റ് ചെയ്തിട്ടുള്ളത്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാറില്ല. ഓക്കെ. ഈവൻ മിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൾട്ട് ടു പ്രൊണൗൺസ്. അപ്പോൾ അവളുടെ ടീച്ചറായിട്ടുള്ള ഹോപ്കിൻസിന് ആ പേര് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷീ ഡിഡ് ട്രൈ ദോ ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ടീച്ചർ പരിശ്രമിച്ച് നോക്കി അവളുടെ പേര് പഠിക്കാനായിട്ട്. പക്ഷേ ലാസ്റ്റ് പാർട്ട് മാത്രമാണ് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ആ ഒരു ടീച്ചർക്ക് ടങ് ട്വിസ്റ്റർ പോലെയാണ് തോന്നിയിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഹായ് കെയ്റ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാഗ്. കുഞ്ഞിച്ചിരുത കെയ്റ്റിനെ നോക്കിയിട്ട് ഹായ് പറഞ്ഞിട്ട് കൈവീശി കാണിക്കുകയാണ്. കെയ്റ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻറ്റ്. അപ്പോൾ കെയ്റ്റ് അവളുടെ ആൻറ്റിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോവായിരുന്നു. ദർ വർ 24 സ്റ്റുഡൻസ് ഇൻ grade 1. അപ്പോൾ grade 1 24 കുട്ടികളുണ്ട്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അപ്പോൾ കുഞ്ഞിച്ചിരുത മാത്രമല്ല നോൺ അമേരിക്കൻ ആയിട്ടുള്ളത്. ഓക്കെ. നോൺ അമേരിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ജനിച്ച് വളരാത്ത കുട്ടി എന്നാണ് കേട്ടോ അർത്ഥം. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. അപ്പം ആ ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഇമിഗ്രൻറ്റ് ഫാമിലീസ് എന്നാണ് വന്നിട്ടുള്ളത്. ഇമിഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് വന്നവരെയാണ് പറയുന്നത് കേട്ടോ. അതായത് കുടിയേറ്റക്കാരെയാണ് ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദർ വർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റലി, ദി UAE, ഈജിപ്ത് ആൻഡ് ചൈന. അപ്പോൾ ഈ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. അപ്പോൾ കുഞ്ഞിച്ചിരുത മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. അപ്പം കുഞ്ഞിച്ചിരുത എന്താണ്, ഒരുപാട് ഇന്ത്യൻസിനെ സ്ട്രീറ്റിൽ വെച്ചിട്ട് കാണാനുണ്ടായിരുന്നു. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. അപ്പം അവൾ പ്രകാശിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പ്രകാശ് റാൻ എ കൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. അപ്പോൾ പ്രകാശ് എന്ന് പറയുന്ന ആൾ അവളുടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് മധുരപലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട നടത്തുമായിരുന്നു. കുഞ്ഞിച്ചിരുത തോട്ട് ഹീ ലുക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹരീഷ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഈ പ്രകാശിനെ കണ്ടപ്പോൾ ആരുടെ പോലെയാണ് തോന്നിയത്, അവളുടെ അങ്കിളായിട്ടുള്ള ഹരീഷിൻ്റെ ഒരു മുഖച്ഛായ തോന്നിയിട്ടോ, ആളുടെ പോലെയാണ് അവൾക്ക് തോന്നിയത്. ഓൺലി പ്രകാശ് ലുക്ഡ് എ ലോട്ട് ഓൾഡർ. അപ്പോൾ പ്രകാശോ കുറച്ച് ഓൾഡറാണ്, വയസ്സായ ആളെ പോലെയാണ് കേട്ടോ അവൾക്ക് തോന്നിയത്. അങ്കിളുടെ ചായ ആണെങ്കിലും പ്രകാശ് കുറച്ച് ഓൾഡറായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അപ്പം അവളുടെ മുത്തശ്ശൻ്റെ അത്രയും വയസ്സായിട്ടുള്ളത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഹീ ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ ദ ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം ക്യാൻഡി ഫ്രം ദ സ്റ്റോർ. അപ്പം ഈ പ്രകാശ് എന്ത് ചെയ്തു, നമ്മുടെ കുഞ്ഞിച്ചിരുതയെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ആകാംക്ഷയോടെ നോക്കുമായിരുന്നു അവൾ. ആദ്യമായിട്ട് പ്രകാശിൻ്റെ കടയിലേക്ക് കുറച്ച് മിഠായി വാങ്ങാനായിട്ട് വന്നപ്പോൾ. ഓക്കെ. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾ ഹിം മിസ്റ്റർ പ്രകാശ്. അപ്പം കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്മേറ്റ്സൊക്കെ പ്രകാശിനെ മിസ്റ്റർ പ്രകാശ് എന്നാണ് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അപ്പോൾ ഇത് കേൾക്കുമ്പം കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര റൂഡായിട്ടാണ്, പരുഷമായിട്ടാണ് തോന്നിയിരുന്നത്. ഓക്കെ. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. ഇപ്പോൾ കേരളയിലായിരുന്നെങ്കിൽ അവൾ എന്ത് വിളിച്ചേനെ, പ്രകാശ് അങ്കിൾ എന്ന് വിളിച്ചേനെ. ഓക്കെ. കുറച്ച് റെസ്പെക്റ്റോടെ നമ്മൾ വിളിക്കില്ലേ ചേട്ടാന്നൊക്കെ, അതുപോലെ അവൾ അങ്കിൾ എന്ന് വിളിച്ചേനെ എന്ന് പറയാണ്. ദ നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അപ്പോൾ അടുത്ത പ്രാവശ്യം അവൾ കടയിലേക്ക് പോയപ്പോൾ പ്രകാശ് എന്ത് ചെയ്തു, അവളുടെ തലയിൽ ഇങ്ങനെ തട്ടി, പതുക്കെ ഇങ്ങനെ സ്നേഹത്തോടെ തട്ടി. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ. അപ്പോൾ പ്രകാശ് അങ്കിൾ ചോദിക്കുകയാണ്, എന്താണ് നിന്നെ മോളെ ആൾക്കാർ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ്, കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത. അപ്പോൾ പ്രകാശ് അങ്കിളുടെ കണ്ണൊക്കെ എന്താണ്, വിടർന്നു. കുഞ്ഞിച്ചിരുതയോ എന്നുള്ള രീതിയിലായി. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊണൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫാമിലിയിൽ നിന്ന് പുറത്തായിട്ട് ഒരാൾ ആദ്യമായിട്ടാണ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണത് ന്യൂജേഴ്സിയിൽ വെച്ചിട്ട് കേട്ടോ. ഓക്കെ. പ്രകാശ് അങ്കിൾ കറക്റ്റായിട്ട് അവളുടെ പേര് പ്രൊണൗൺസ് ചെയ്തു. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. എന്നിട്ട് അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവൾ തലയാട്ടി കേട്ടോ. നോഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയാട്ടുക. ആൻഡ് ബീംഡ് അറ്റ് ഹിം. എന്നിട്ട് പ്രകാശ് അങ്കിളിനെ നോക്കി. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അപ്പോൾ അത്ര നേരം ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രകാശ് അങ്കിൾ ഇവളുടെ പേര് കേട്ടപ്പോൾ എന്ത് ചെയ്തു, മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്തു, മാറി, സംസാരം മാറ്റി. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അലൗഡ്. അപ്പോൾ പ്രകാശ് അങ്കിൾ ചോദിക്കുകയാണ്, ഇപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ പേരുണ്ടോ, കുഞ്ഞിച്ചിരുത എന്നൊക്കെയുള്ള പേരുകളുണ്ടോ എന്ന് ആളിങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുദാസ് നെയിം. അപ്പോൾ പ്രകാശ് അല്ല ആദ്യത്തെ ആൾ ഇവളുടെ പേര് കേട്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്. ഷീ ഹാഡ് ഫേസ് ദ ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവൾ ഈ ഒരു ക്വസ്റ്റ്യൻ പല തവണ കേട്ടിട്ടുണ്ട്. ഓക്കെ. ആഫ്റ്റർ ഷീ ബിക്കെയിം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അത്രയും ഓൾഡായി എന്നതിന് ശേഷം അവൾ കുറേ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട് ഇതുപോലെ. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്കറിയാം എങ്ങനെയാണ് അവൾക്ക് ആ പേര് കിട്ടിയതെന്ന്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. അപ്പം അവൾ പ്രകാശ് അങ്കിളിനോട് പറയാണ്, അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അവളുടെ മുതുമുത്തശ്ശി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. 18 വയസ്സിൽ ആൾ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ആളുടെ പേരാണ് എനിക്ക് ഇട്ടിട്ടുള്ളതെന്ന് പറയാണ്. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ കുഞ്ഞിച്ചിരുത ആ ഒരു മുതുമുത്തശ്ശിയുടെ ഒരു മങ്ങിയ ഒരു ചിത്രം മാത്രമാണ് കണ്ടിട്ടുള്ളൂ. കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to a village not far from her town.
പിന്നീട് കുഞ്ഞു ചിരുത അമ്മയിൽ നിന്നിങ്ങനെ അറിഞ്ഞു, പ്രകാശിൻ്റെ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വില്ലേജിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഓക്കെ, അടുത്താണെന്ന് അവൾ അമ്മയിൽ നിന്ന് അറിഞ്ഞു. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി എഗോ. അപ്പം പ്രകാശങ്ങൾ അമേരിക്കയിലെത്തിയിട്ട് ഒരു ഹാഫ് സെഞ്ചുറി ആയിട്ടുള്ളൂ, അതായത് ഒരു 50 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻറ്റോയിനറ്റ് ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അപ്പം ഒരു സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് ദിവസം മുൻപായിട്ട് ഒരു ആൻറ്റോയിനറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുഞ്ഞിച്ചിരുദയുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാർസിലീസ് ഇൻ ഫ്രാൻസ്. അപ്പം ആൻറ്റോയിനറ്റ് എവിടെ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഫ്രാൻസിലെ മാർസിലീസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്നായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ അവളുടെ അമ്മ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഷീ വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് കിട്ടി ന്യൂ ജേഴ്സിയിൽ. അതുകൊണ്ടാണ് ദ ഫാമിലി ഹാഡ് റിലൊക്കേറ്റഡ്. അത് കാരണം കൊണ്ടാണ് അവർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ന്യൂ ജേഴ്സിയിലേക്ക് പോകുന്നത്. ആൻറ്റോയിനറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അപ്പോൾ ആൻറ്റോയിനറ്റും കുഞ്ഞിച്ചിരുതയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് her classmates and teachers had trouble pronouncing ആൻറ്റോയിനറ്റ്സ് നെയിം ടു. അപ്പോൾ കുഞ്ഞിച്ചിരുതനെ ഒരു അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനും ആൻറ്റോയിനറ്റിൻ്റെ പേര് പറയാനായിട്ട് ട്രബിൾ ഉണ്ടായിരുന്നു, കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആൻറ്റോയിനറ്റ്. അപ്പോൾ മിക്ക ആളുകളും പ്രൊനൗൺസ് ചെയ്തത് എന്തായിരുന്നു? ആൻറ്റോയിനറ്റ് എന്നായിരുന്നു പ്രൊനൗൺസ് ചെയ്തിരുന്നത്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺ ഫ്രം ആൻറ്റോയിനറ്റ് ദാറ്റ് ദ നെയിം ഔട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഓങ്ത്വാനെറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുത ആൻറ്റോയിനറ്റിന് എന്ത് പഠിച്ചു? അവളുടെ പേരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് പഠിച്ചു. ഓങ്ത്വാനെറ്റ് എന്നാണെന്ന് അവൾ പഠിച്ചു. ഓക്കെ, കുഞ്ഞിച്ചിരുത ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ ആ രീതിക്ക് തന്നെ പറയാനായിട്ട് കുഞ്ഞിച്ചിരുത ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അപ്പോൾ അവളെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ അവൾ പറയാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് എന്ത് പറയാൻ പറ്റി? കറക്റ്റായിട്ട് ആ പേര് പറയാനായിട്ട് പറ്റി. ഓക്കെ, ഷീ വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ആൻറ്റോയിനറ്റ് പ്രൊനൗൺസിങ് ഹെർ നെയിം ഫെയർലി വെൽ, എസ്പെഷ്യലി ദി NH. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അവളെ സർപ്രൈസ് ചെയ്ത വേറൊരു കാര്യമാണ് ആൻറ്റോയിനറ്റിന് കുഞ്ഞിച്ചിരുതയുടെ ആ NH എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് അവളെ സർപ്രൈസ് ചെയ്തു. ഓക്കെ, ആൻറ്റോയിനറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിച്ചിരുതേനെ ആൻറ്റോയിനറ്റ് വിസിറ്റ് ചെയ്തു വീട്ടിൽ വന്നിട്ട്. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ആൻറ്റോയിനറ്റ്സ് നെയിം റൈറ്റ്. ഓക്കെ, അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് വീണ്ടും അതിശയം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയ്ക്കും ആൻറ്റോയിനറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അമ്മയുടെ ലാംഗ്വേജ് ടീച്ചർ ആവേണ്ട വന്നു. ആർക്ക്? കുഞ്ഞിച്ചിരുതയ്ക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഗേറ്റിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ, കുഞ്ഞിച്ചിരുത ലവ്ഡ് വാച്ചിങ് ദ പാസിങ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്? വഴിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന വണ്ടികളും അതുപോലെ ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കുന്നതായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്. എന്തായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ്? ക്ലൈമറ്റ് വാസ് വാം ബട്ട് ദർ വാസ് സ്റ്റിൽ ആൻ ഒക്കേഷണൽ കോൾഡ് വിൻഡ് ആസ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരുന്നു? കുറച്ച് ചൂടായിരുന്നു, പക്ഷേ അവിടെ ഒക്കേഷണൽ കോൾഡ് വിൻഡ് ഉണ്ട്. ഇടയ്ക്ക് എന്താണ്, ഒരു തണുത്ത കാറ്റൊക്കെ വീശും. അത് വിൻ്ററിൻ്റെ അവസാനം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വീശുന്നത്. ഓക്കെ, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് വാരിയിങ് ലെങ്ത് ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ്. എന്താണ് നമ്മുടെ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇങ്ങനെ പസിലായത്, കൺഫ്യൂസ്ഡ് ആയത് അബൌട്ട് വാരിയിങ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡേയുടെയും നൈറ്റിൻ്റെയും ഇതിൻ്റെ കാര്യം അവൾക്ക് എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയത്? കുഞ്ഞിച്ചിരുത പസിൽഡ് അബൌട്ട് ദ വാരിയിങ് ലെങ്ത് ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ് ബിക്കോസ് ദ ഡേയ്സ് വർ വെരി ലോങ് ഇൻ ജൂലൈ ബട്ട് മച്ച് ഷോർട്ടർ ഇൻ വിൻ്റർ. അപ്പം
അവൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ വന്ന സമയത്ത് ജൂലൈയിലൊക്കെ എന്തായിരുന്നു ഡേ ടൈം, പകൽ സമയം എന്തായിരുന്നു, ഒത്തിരി നേരം ഉണ്ടായിരുന്നു. പക്ഷേ വിൻ്റർ ആയപ്പോഴോ കുറച്ചേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത പെട്ടെന്ന് ഇങ്ങനെ പരിഭ്രാന്തിയായി പോയത്? അപ്പോൾ ആൻസറാണ്, കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽ ബിക്കോസ് കെയ്റ്റ് കോൾഡ് ഹെർ നെയിം ബട്ട് പ്രൊനൗൺസ്ഡ് ഇറ്റ് ഇൻകറക്റ്റ്ലി. അപ്പോൾ കുഞ്ഞിച്ചിരുത എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോകാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയ്റ്റ് അവളുടെ പേര് വിളിച്ചു, കുഞ്ഞിച്ചിരുതയുടെ പേര് വിളിച്ചു, പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റായിട്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സ്റ്റാർട്ടിൽഡായി പോയത്. ഓക്കെ, വൈ ഡിഡൻ കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദി സ്കൂൾ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിച്ചിരുതയ്ക്ക് എന്തുകൊണ്ടാണ് പുതിയൊരു സ്കൂളിൽ വന്നപ്പം ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടാവാണ്ടിരുന്നത്? കുഞ്ഞിച്ചിരുത ഡിഡിൻ ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദി സ്കൂൾ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് were വെരി കൈൻഡ്, ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു സ്ട്രേഞ്ചർ എന്ന പോലെ തോന്നാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ക്ലാസ്മേറ്റ്സും കൂട്ടുകാരും അവളുടെ ടീച്ചേഴ്സൊക്കെ എന്തായിരുന്നു, വളരെ കൈൻഡായിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, അതുപോലെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ ഹിസ് നെയിം? അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് പ്രകാശ് അങ്കിളിനെ പേരെടുത്ത് വിളിക്കുന്നത് റൂഡായിട്ട് തോന്നുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ, കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ ഹിസ് നെയിം ബിക്കോസ് ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഹിം ബൈ ഹിസ് നെയിം. ഓക്കെ, അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഇങ്ങനെ തോന്നാനായിട്ട് കാരണം, പ്രകാശ് അങ്കിളിനെ പേരെടുത്ത് വിളിക്കുന്നത് റൂഡായിട്ട് തോന്നുന്നതിന് കാരണം, കേരളത്തിൽ അവളായിരുന്നെങ്കിൽ എന്ത് വിളിച്ചേനെ, പ്രകാശ് അങ്കിളിനെ വിളിച്ചേനെ, ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഹിം ബൈ ഹിസ് നെയിം. അപ്പോൾ പേര് വിളിക്കുന്നതിന് പകരം എന്താണ് വിളിക്കുന്നത്, പ്രകാശ് അങ്കിൾ എന്നായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് റൂഡായിട്ട് തോന്നിയത്. ഓക്കെ, വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? അപ്പോൾ എന്തായിരുന്നു കുഞ്ഞിച്ചിരുതയുടെ റിയാക്ഷൻ പ്രകാശ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പം? കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി വാസ് ദാറ്റ് ഷി വാസ് ഡിലൈറ്റഡ്, നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. ഓക്കെ, ഇപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ റിയാക്ഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്രകാശ് അങ്കിൾ അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷമായി, ഡിലൈറ്റഡ് ആയെന്ന് വെച്ചാൽ സന്തോഷമായി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, തല കാട്ടി ആളെ നോക്കി. ഓക്കെ, ബീംഡ് അറ്റ് ഹിം, ആളെ നോക്കി. വോയ് വാസ് പ്രകാശ് സർപ്രൈസ് ദാറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് പ്രകാശ് കുഞ്ഞിച്ചിരുതയുടെ പേര് കേട്ട് സർപ്രൈസ്ഡ് ആയത്? അപ്പോൾ അതിൻ്റെ ആൻസർ, പ്രകാശ് വാസ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം ബിക്കോസ് ഹി വണ്ടേർഡ് വെദർ ചിൽഡ്രൻ സ്റ്റിൽ ഹാഡ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത. പ്രകാശ് അങ്കിളിന് സർപ്രൈസ് ആവാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം ഈ ഒരു കാലഘട്ടത്തിലും കുട്ടികൾക്ക് കുഞ്ഞിച്ചിരുത എന്ന് പേര് ഇടോ എന്ന ആൾ എന്താണ് അതിശയിച്ചു പോയി. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ആൾ സർപ്രൈസ്ഡ് ആയത്. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ആ പേര് കിട്ടിയത്? കുഞ്ഞിച്ചിരുത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ആ പേര് കിട്ടിയത് എവിടെ നിന്നാണ്? ആളുടെ മുതുമുത്തശ്ശിയുടെ പേരാണല്ലേ കുഞ്ഞിച്ചിരുത എന്ന്. അപ്പോൾ അതാണ് ആൾക്ക് ഇട്ടിട്ടുള്ളത് പേര്. ഓക്കെ, വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ആൻറ്റോയിനറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്? അപ്പോൾ ആൻറ്റോയിനറ്റ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തപ്പം എന്തുകൊണ്ടാണ് അവൾക്ക് സർപ്രൈസ്ഡ് ആയത്? അപ്പോൾ വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വാസ് ദാറ്റ് ആൻറ്റോയിനറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി, എസ്പെഷ്യലി ദി NH സൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കുഞ്ഞിച്ചിരുതനെ കൂടുതൽ സർപ്രൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റോയിനറ്റ് അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തു. എസ്പെഷ്യലി ഏത് പാർട്ട്? ആ NH, ആ ഞാ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് അവൾ കറക്റ്റ്ലി പ്രൊനൗൺസ് ചെയ്തു. ഇത് ബാക്കിയുള്ള ആളുകൾക്കൊന്നും പറ്റാറില്ല. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി, അതുകൊണ്ടാണ് അവൾക്ക് സർപ്രൈസ്ഡ് ആയത്. ഓക്കെ, വൈ ഡു യു തിങ്ക് ആൻറ്റോയിനറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുതാസ് നെയിം ഫെയർലി വെൽ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ആൻറ്റോയിനറ്റിന് കുഞ്ഞിച്ചിരുതയുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കഴിഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണത്.
I think Antoinette was able to pronounce Kunichirudha's name fairly well because she listened carefully, practiced the pronunciation, and learned to say it correctly. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുഞ്ഞിച്ചിരുതയുടെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റിയത്? ആൻറ്റോയിനറ്റ് കറക്റ്റായിട്ട് അത് കേട്ടിട്ടുണ്ട്, കെയർഫുള്ളി അത് ലിസൺ ചെയ്തിട്ടുണ്ട് പേര്. പിന്നെ ആ പേരിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. അങ്ങനെയായിരിക്കും അവൾക്ക് കറക്റ്റായിട്ട് പേര് പറയാനായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.